തമിഴ് സിനിമാ ലോകത്തെ നിശ്ചലമാക്കിക്കൊണ്ട് സെപ്റ്റംബർ 1 മുതൽ നിർമ്മാതാക്കളുടെ സമ്പൂർണ്ണ സിനിമാ സമരം നടക്കാൻ പോകുകയാണ്. OTT റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഒരു തർക്കമാണ് തമിഴ് സിനിമാ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സിനിമാ തിയേറ്ററിലെത്തി 8 ആഴ്ച കഴിഞ്ഞേ OTTയിൽ നൽകാവൂ എന്ന തിയേറ്റർ ഉടമകളുടെ കർശന നിലപാടാണ് ഈ ഒരു സമരത്തിന് കാരണം. കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹരി, ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്ത് വലിയൊരു വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. ഇവർ തമ്മിലുണ്ടായ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുണ്ടായ തർക്കത്തിനെ ചൊല്ലി ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, ഹരി? ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു വഷളായ സിറ്റുവേഷനിലേക്ക് കുറച്ചധികം നാളുകളായി നീണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിലും സമാനമായ സ്ഥിതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ തമിഴ് സിനിമയിൽ ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തിയേറ്റർ വിൻഡോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ 8 ആഴ്ചകൾക്ക് റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ OTTയിൽ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിയേറ്റർ ഉടമകളുടെ ഒരു തീരുമാനമാണ്. ഇത് നിർമ്മാതാക്കൾ കുറച്ചധികം നാളുകളായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ജനനായകൻ എന്ന സിനിമ കഴിഞ്ഞ മാസം 23-ന് റിലീസ് ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ജനനായകൻ OTTയിൽ എത്തിയിരിക്കുകയാണ്. അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് എത്തുന്നു. ഇത് ജനനായകന്റെ മാത്രം കഥയല്ല, പല തമിഴിലെ പ്രധാനപ്പെട്ട നായകന്മാർക്കും ഇതുപോലെ 8 ആഴ്ചകൾക്കൊന്നും തിയേറ്ററിൽ കളിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ഇത് തിയേറ്റർ ഓണേഴ്സ് വർഷങ്ങളായിട്ട് എതിർക്കുകയാണ്. പ്രത്യേകിച്ച് OTT ബൂം വന്നതിന് ശേഷം, അതായത് കോവിഡിന് ശേഷം OTT കൂടുതലായി സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ OTT അത് എടുക്കുന്നില്ല. അപ്പൊ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമകൾ മാത്രമേ OTTയിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള ധാരണ കുറച്ചധികം നാളുകളായിട്ട് OTTs എടുക്കുന്ന ഒരു മാറ്റമാണ്. അതിന് പിന്നാലെയാണ് തിയേറ്റർ ഓണേഴ്സ് കർശനമായ നിബന്ധന വെക്കുന്നത്. 8 ആഴ്ചത്തെ ഒരു വിൻഡോ വേണം. 8 ആഴ്ചത്തെ തിയേറ്ററുകളിൽ സിനിമകൾ കളിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ OTTയിൽ കൊടുക്കുമെന്ന് നിർമ്മാതാക്കളോട് കുറച്ചധികം മാസങ്ങളായി തിയേറ്റർ ഓണേഴ്സ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കൂട്ടായ ഒരു ചർച്ചയിലോട്ടോ കാര്യങ്ങളിലോട്ടോ നീങ്ങിയില്ല. പെട്ടെന്ന് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു തീരുമാനം വരികയാണ്. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഷൂട്ടിംഗ് വേണ്ട, ഒരു തരത്തിലുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് വേണ്ട, പ്രീ പ്രൊഡക്ഷൻ സിനിമാ സമരം ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. കാരണം തിയേറ്റർ ഓണേഴ്സ് യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് ഈ വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടായ ചർച്ചകൾക്കോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഒരു വാശി പിടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നിർമ്മാതാക്കളുടെ സംഘടന എടുക്കുന്ന തീരുമാനമാണ് ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ നിർത്തിയിട്ട് തമിഴ് സിനിമാ ലോകം സ്തംഭിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു കാര്യം ആദ്യമേ പറയാം, ഇത് തമിഴ് സിനിമയിലാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഇത് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമാ സമരങ്ങൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളായി മുന്നിലൊക്കെ തന്നെ സിനിമാ സമരം പ്രഖ്യാപിക്കുന്നത്, പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെ വന്നിട്ട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ തമിഴ് നിർമ്മാതാക്കൾ, ആക്ടീവ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ അസോസിയേഷനും ഒക്കെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം തിയേറ്റർ ഓണറുകളുടെ ഈ വാശിയാണ്. രണ്ടുപേർക്കും 2 കഥയാണ് പറയാനുള്ളത്. തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്ക് ഓരോ പ്രധാനപ്പെട്ട സിനിമകൾ വരുമ്പോഴേക്കും അത് തിയേറ്ററുകളിൽ കുറച്ച് നാൾ നിൽക്കണം. അതായത് 8 ആഴ്ചത്തെ വിൻഡോ, അതായത് 56 ദിവസം തിയേറ്ററുകളിൽ നിൽക്കണമെന്നാണ് തിയേറ്റർ ഓണേഴ്സിന്റെ ആവശ്യം. എന്നാൽ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ബിസിനസ്സാണ്. അവർക്ക് ഒരു ചേർന്ന് കൂട്ടായ ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെ നോക്കിയാണെങ്കിൽ ശരി എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷെ ഒരു കൂട്ടായ ചർച്ചകൾക്ക് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഒരു സിനിമാ സമരം ഒരുപക്ഷെ തിയേറ്റർ ഓണേഴ്സിന്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിൽ നിലവിൽ പൊക്കൊണ്ടിരുന്ന സാഹചര്യം 42 ദിവസം എന്നായിരുന്നു. പക്ഷെ അതിപ്പോൾ പല സിനിമകൾക്കും ആവർത്തിക്കുന്നില്ല, കാണുന്നില്ല. 28 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ തമിഴ് സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ OTTയിലേക്ക് പോകുന്നുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം ഈ തിയേറ്റേഴ്സും OTTയും തമ്മിലുള്ള ഒരു റിസ്ക് കൂടുന്നുണ്ട്. ആ കൂടുന്ന സാഹചര്യം നിർമ്മാതാക്കൾ ഇതിനകത്ത് ഇടപെടാത്തതും നിർമ്മാതാക്കളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടാത്തതും ഇത് വലിയൊരു ക്ഷീണത്തിലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സിനിമാ വ്യവസായമായ തമിഴ് സിനിമാ വ്യവസായം സ്തംഭിക്കാൻ പോകുന്നു എന്നതാണ്. ഇനി സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വലിയ കടുത്ത തീരുമാനത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ബാധിക്കുന്നത്. കാരണം ഒരു സിനിമാ സെറ്റിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, സെറ്റിൽ ഇല്ലാതെയും അല്ലാതെയും. അപ്പോൾ അതുകൊണ്ട് സിനിമാ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സിനിമാ പ്രവർത്തകരെ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. തിയേറ്റർ ഓണേഴ്സുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിലേക്ക് അറിയാം. കഴിഞ്ഞ ദിവസം, അതായത് 22-ാം തീയതിയാണ് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു കടുത്ത തീരുമാനം വരുന്നതും അതിന് ഏതൊക്കെ രീതിയിലുള്ള സിനിമാ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാത്തിരുന്നത്. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഹരി പറഞ്ഞതുപോലെ തന്നെ തമിഴ് സിനിമാ ലോകം സ്തംഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.